ഫിലിം പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കുന്ന ലാമ്പ് ഏതു തരമാണ്? ആർക്ക് ലാമ്പ്. ഇൻഡക്ഷൻ ടൈപ്പ് വാട്ടർ മീറ്റർ ഉപയോഗിക്കുന്നത് AC പവർ അളക്കാൻ. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിന് ഒരു ഉദാഹരണം നിലവിലുള്ള ട്രാൻസ്ഫോമർ. താൽക്കാലിക ഉപയോഗത്തിനായുള്ള വയറിംഗ് സിസ്റ്റമാണ് ക്ലീറ്റ് വയറിംഗ്. ചിലവ് കുറഞ്ഞ വൈദ്യുതി നിലയത്തിന് ഉദാഹരണം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ. സപ്ലയറുടെ കട്ടൗട്ട് സ്ഥാപിക്കേണ്ടത് എവിടെയാണ്? മെയിൻ സ്വിച്ചിന് മുൻപ്. ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തത്വം. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി ഏതുതരം റെഗുലേറ്റർ ഫാനിൽ ഉപയോഗിക്കണം? ഇലക്ട്രോണിക് ടൈപ്പ്. പ്ലേറ്റ് എർത്ത് ഇലക്ട്രോഡ് തമ്മിൽ ആവശ്യമായ കുറഞ്ഞ അകലം 8 മീറ്റർ. ഒരു ലൈറ്റിംഗ് സർക്യൂട്ടിൽ കൊടുക്കാവുന്ന ഫ്യൂസിൻ്റെയും MCBയുടെയും പരമാവധി റേറ്റിംഗ് 6 ആംപിയർ. C ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള യോഗ്യത എന്താണ്? 5 വർഷത്തെ പ്രവൃത്തി പരിചയം. ഫാനിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതിന് ഇലക്ട്രോണിക് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത് ഹാർമോണിക്സ് കുറയ്ക്കുവാൻ. ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്ന സർക്യൂട്ട് നല്ല റെസിസ്റ്റീവ് ആയ സർക്യൂട്ടുകളാണ്. സാധുതയുള്ള വയർമാൻ ലൈസൻസ് ഉള്ള വ്യക്തി വയറിംഗ് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം. കേരളത്തിലെ LD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 3 ഫേസ് സ്റ്റാർ സിസ്റ്റം പ്ലസ് ന്യൂട്രൽ കണക്ഷൻ. ട്രാൻസ്ഫോർമറിൽ ഹമ്മിങ് ശബ്ദം ഉണ്ടാകുന്നതിൻ്റെ കാരണം കോറിലെ എഡ്ഡി കറന്റ്. അറ്റകുറ്റപ്പണി നടത്തുന്ന ഇലക്ട്രീഷ്യൻ സുരക്ഷയ്ക്കായി മുൻകരുതൽ പ്രധാനമായും നടത്തേണ്ടത് സ്വന്തം സുരക്ഷ. കംപ്ലീഷൻ റിപ്പോർട്ടിനൊപ്പം വൈദ്യുത ബോർഡിൻ്റെ സെഷൻ ഓഫീസിൽ കോൺട്രാക്ടർ സമർപ്പിക്കേണ്ട രജിസ്റ്റർ വർക്ക് രജിസ്റ്റർ. ഗ്രിഡിൽ നിന്നും ജനറേറ്ററിലേക്കും മറിച്ചും 3 ഫേസ് സപ്ലൈ ചേഞ്ച് ചെയ്യുന്നതിന് ഏതുതരം ചേഞ്ച് ഓവർ സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്? 3 പോൾ. ട്യൂബ് ലൈറ്റിൽ ചോക്ക് ഉപയോഗിക്കുന്നത് എന്തിന്? ഉയർന്ന വോൾട്ടേജ് ഉണ്ടാക്കാൻ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പോളറൈസേഷൻ ഇൻഡെക്സ് എന്നത് എന്ത് അനുപാതമാണ്? 10 മിനിറ്റിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 1 മിനിറ്റിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഒരു HP മോട്ടോർ വയറിംഗ് ചെയ്യുന്നതിന് ആവശ്യമായ അലുമിനിയം കേബിളിൻ്റെ സൈസ് 2.5 mm. ഒരു TOD മീറ്ററിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എനർജി കിലോവാട്ട് അവറിൽ. വീടുകളിൽ ഉപയോഗിക്കുന്ന പമ്പ് മോട്ടോറിൻ്റെ എർത്തിങ് സംവിധാനം പ്രത്യേകമായി എർത്ത് ചെയ്യണം. ഹൈറൈസ് ബിൽഡിങ്ങിൽ വേണ്ട പ്രധാന ഐസൊലേഷൻ ഫെസിലിറ്റി ഏതാണ്? എമർജൻസി ഓഫ് സ്വിച്ച്. 5 ആംപിയർ ഫ്യൂസ് വയർ ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കത്തിപ്പോകാതിരിക്കാനുള്ള അനുവദനീയമായ കൂടിയ കറണ്ട് എത്ര? 5 ആംപിയർ. പവർ ഫാക്ടർ കുറച്ചാൽ അതേ ലോഡ് എടുക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടും. 230 വോൾട്ട് സ്റ്റെബിലൈസറിൻ്റെ ഉപയോഗം ഔട്ട്പുട്ട് 230 വോൾട്ടായി തന്നെ നിലനിർത്താൻ. ചോക്ക് കോയിലിൻ്റെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ.